Hi guys. I am back. എനിക്കറിയാം മുടി മുറിച്ചെന്നല്ലേ നിങ്ങൾ പറയാൻ പോന്നെ. യെസ്, മുടിയെല്ലാം മുറിച്ച് ഒന്ന് സെറ്റ് ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട് എൻ്റെ ഈ പുതിയ ലുക്ക്? എന്താണ് നിങ്ങൾക്ക് കണ്ടിട്ട് പറയാനുള്ളത്? ഞാനത് ഒരുമാതിരി ഇങ്ങനെ വർത്താനം പറയുന്നേ, പ്രധാന വാർത്തകൾ പറയുന്ന പോലെ. ഹൈ ഗൈസ്, ഐ എം ബാക്ക്. ഇന്ന് നമ്മൾ മികച്ച തീറ്റ മത്സരത്തിനുള്ള അവാർഡ് കൊടുക്കാൻ പോവാണ്. അത് കേരളത്തിലെ ആൾക്കാർക്ക്. ക്യാമറ വെച്ചത് കുറച്ച് താണുപോയിന്ന് തോന്നുന്നു, പക്ഷെ താണു നിൽക്കാം, എന്നാ പിന്നെ പ്രശ്നം തീർന്നില്ലേ. ഇത് മറ്റേ തീട്ടം തിന്നുന്ന ആൾക്കാർക്കുള്ള അവാർഡല്ല കേട്ടാ, ശരിയായ ഫുഡ് തിന്നുന്ന വളരെ മികച്ച കഴിവുള്ള തീറ്റ മത്സരത്തിൽ പോയാൽ ഉറപ്പായും ഫസ്റ്റ് കിട്ടാൻ പ്രാപ്തിയുള്ള ആൾക്കാരുടെ മത്സരമാണ്. സോ വെൽക്കം ടു ദി ഷോ. എല്ലാവരും ചെറുതിന്ന് ബെൽതിലേക്കല്ലേ തുടങ്ങാൻ, നമുക്ക് ബെൽതിന്ന് ചെറുതിലേക്ക് തുടങ്ങാം. എന്തു പറയുന്നു? വരൂ ഗൈസ്, ഞാൻ ഊട്ടിയിലേക്ക് ഇന്ന് ട്രിപ്പ് പോവാട്ടോ. ഒരു ദിവസത്തേക്കാണ് പോകുന്നത്. അപ്പൊ ഈ ഒരു ലഗേജ് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. അപ്പൊ നമുക്ക് ഇത് പാക്ക് ചെയ്യാം. ആദ്യം ഞാൻ എലൈറ്റിന്റെ 4 കേക്കും, പിന്നെ ഈ ഒരു 3 കേക്കും, പിന്നെ ഈ ഒരു 3 കേക്കും കൂടി. ഊട്ടിയിലേക്കാണ് ട്രിപ്പ് പോകുന്നേ, ഞാൻ ശ്രദ്ധിച്ചില്ല. എവിടെയോ പോകുന്നുണ്ടായിരുന്നു. ഒരു ദിവസത്തേക്കാണ് പോകുന്നത്. നമ്മളാണെങ്കിൽ ഒരു ദിവസത്തേക്ക് എന്തൊക്കെ പാക്ക് ചെയ്യും? ഞാൻ ഒരു ഷഡ്ഡി, ഒരു ഇതുപോലത്തെ ട്രാക്ക് സൂട്ട്, പിന്നെ 2 ഇതുപോലത്തെ ടീഷർട്ട് മേ ബി, പിന്നെ അവിടുന്ന് ഫോട്ടോ വല്ലത് എടുക്കാനുള്ള ഡ്രസ്. ഇവളെ പെട്ടിയിൽ ഇവൾ എന്താണ് നിറച്ചുകൊണ്ടിരിക്കുന്നത്? പിന്നെ 4 പാക്കറ്റ് ബിസ്ക്കറ്റും, പിന്നെ മൂൺ ഫീൽസ് 2 പിന്നെ 2 പാക്കറ്റ് ബിസ്ക്കറ്റും, പിന്നെ മുണ്ടാല 4 പാക്കറ്റും, പിന്നെ നുറുക്കും, അതുപോലെ തന്നെ പൊടിപ്പൊടിയും, പിന്നെ 50-50 ഒരു ബിസ്ക്കറ്റും, 2 ടൈപ്പ് തേൻമുട്ടായും 2 ചീസ് ബണ്ണും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ പഫ് എന്ന് പറഞ്ഞ ഈ ഒരു സാധനം, പിന്നെ വീലർ എന്ന് പറയുന്ന ഈ 2 പാക്കറ്റും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ബിങ്കോന്റെ ലേസും, ഈ സാധനം, പിന്നെ ബിങ്കോന്റെ 2 ഫ്ലേവർ വേറെയും, പിന്നെ ലേസും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇവള് ഊട്ടിയിലേക്ക് ട്രിപ്പ് പോകുന്നതാണല്ലോ, ഊട്ടിയിൽ പോയിട്ട് ഇവള് കച്ചവടം ചെയ്യാൻ പോവാണോ? ഇത് മൊത്തം ഇവക്ക് തിന്നാനുള്ളതാണോ? ഇത് മൊത്തം ഇവള് തിന്നു എന്നിട്ട്. കഴിഞ്ഞ ദിവസമാണ് എന്റെ എൻഡോസ്കോപ്പി ഒക്കെ കഴിഞ്ഞത്. വയറിൽ കുറച്ച് പ്രശ്നങ്ങളായിട്ട് എന്റെ ഹെൽത്ത് കണ്ടീഷൻ കുറച്ച് അലമ്പായി കിടക്കാണ്. ഇതിന്റെ പകുതി പോലും ഞാൻ തിന്നിട്ടുണ്ടാവില്ല. എന്നിട്ടാണ് എന്റെ ഹെൽത്ത് കണ്ടീഷൻ അലമ്പായി കിടക്കുന്നത് ഇപ്പൊ. റബ്ബേ, ഞാൻ പറയാലോ, ഇത് എത്ര GB ഹാർഡ് ഡിസ്ക് ആണെന്ന് അറിയോ? ഇതൊരു 512 TB ആയിരിക്കും. 512 GB അല്ല, 512 TB. ഊട്ടിലേക്ക് ട്രിപ്പ് പോകുമ്പോ കൊണ്ടുപോയത് കയ്യിലെ വീഡിയോ പൗസ് ചെയ്ത് വെച്ചിരിക്കാണ്. അതുപോലെ തന്നെ മാഡാങ്കിൾസിന്റെ വലിയ പാക്കും, പിന്നെ ഈ കുറച്ച് മിഠായികൾ ഭാഗത്തും വെച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ 2 പാക്കറ്റ് ഫഡ്ജും, അതുപോലെ തന്നെ ഈ കാണുന്ന പ്യുർ മാജിക്കും 2Mന്റെ ഈ ഒരു ലേസും കൂടി വെച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഷോർട്സും, അതുപോലെ 2 കിറ്റ്കാറ്റും വെച്ചു കൊടുത്തിട്ടുണ്ട്. നെസ്ലെയും, അതുപോലെ ഡാർക്ക് ഫാന്റസിയും, പിന്നെ ഡയറി മിൽക്കിന്റെ ഒരു പുതിയൊരു സാധനം വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി സ്ഥലം ഇല്ലാത്തതുകൊണ്ട് 2 ചോക്ലേറ്റും കൂടി വെച്ചു കൊടുത്തിട്ട് ഞാൻ പെട്ടി ക്ലോസ് ചെയ്തിട്ടുണ്ട്. തികഞ്ഞാൽ മതിയായിരുന്നു. ഒന്നാമത്തെ കാര്യം പറയുമ്പോൾ ഇത് ആടെ ഊട്ടിയിൽ പോയിട്ട് കച്ചവടം ചെയ്യാൻ പോകുന്നതാന്ന് തോന്നുന്നുണ്ട്. തിന്നാനാന്ന് ഒരിക്കലും പറയരുത്. നിങ്ങൾ ഒരിക്കലും പറയരുത് തിന്നാൻ വേണ്ടിയിട്ടാണ്. ഊട്ടിയിലെ കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓളി സാധനം എത്ര എത്തിട്ട് പോകുന്നത്. പിന്നെ ദുബൈ നല്ല പെട്ടി പാക്ക് ചെയ്യുന്ന നാട്ടിലേക്ക് അന്നേരം ഇതുപോലെ മുട്ടായി അയക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടുന്ന് ഒരാൾ ഊട്ടിയിലേക്ക് പോകുന്നതിന് ഇത്രക്കാര്യം മുട്ടായി സാധനം എന്തിനാ കൊണ്ടുവന്നത് എനിക്കറിയില്ല. നമ്മൾ പറഞ്ഞില്ലേ, നമുക്ക് വലുതെന്ന് ചെറുതിലേക്ക് പോകാം. ഇതാണ് 512 TB. ഗൈസ്, കഴിഞ്ഞ വട്ടം ഞാൻ താമരശ്ശേരി ചുരം കാണിച്ചിടാ പറഞ്ഞിട്ട് ഫുള്ള് ഫുഡാണ് കാണിച്ചതെന്ന് പറഞ്ഞിട്ട് കുറെ കമന്റ്സ് കണ്ടായിരുന്നു. സോ ഈ വട്ടം ഫുഡ് എന്നല്ല, ആ പെട്ടി നിറച്ചു ഫുഡായിരുന്നു. പോന്ന സ്ഥലം ആൾക്കാർക്ക് കാണേണ്ട വരും. എന്തായാലും ഊട്ടി പോന്ന ഊട്ടി കാണിക്കാണ്ട് ഫുള്ള് മുട്ടായി കാണിച്ചു തന്നിട്ട് ഇറങ്ങിയോട്ടോ. ഇതാണ് നമ്മളെ താമരശ്ശേരി ചുരത്തെ ഒന്നാമത്തെ വളവ് കേട്ടോ. ഒന്നാമത്തെ വളവെത്തിയ സമയത്ത് എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് ജ്യൂസ് കുടിച്ചായിരുന്നു കേട്ടോ, കരിമ്പ് ജ്യൂസാണ്. ഇതാണ് ഗൈസ് 2ാമത്തെ വളവ്. അവിടുന്ന് 3 പാൽപൂരിയും, ഒരു പഴംപൊരി, ഒരു കോഫിയും കുടിച്ചായിരുന്നു കേട്ടോ. എല്ലാരും എന്നോട് ചോദിക്കും, ഒന്നാമത്തെ വളവ് കഴിഞ്ഞ് 2ാമത്തെ വളവ് അത്ര സമയമൊന്നും വേണ്ടല്ലോ, പെട്ടെന്ന് എത്തുമല്ലോ. ഓക്കെ, 2ാമത്തെ വളവ് വിശന്ന് ഓക്കെ, സ്വാഭാവികം എന്ന് വിചാരിക്കാം. നിങ്ങൾ തിന്നതിനേക്കാൾ സുഖം വേറെ എന്തിനാ കിട്ടാം? ഇതല്ലേ കിട്ടുള്ളൂ. ഇത് കൊണ്ടാണ് ഞാൻ തിന്നുന്നത്. മാൽപ്പൊഴി നല്ല കട്ടിണ്ടായിരുന്നു, എൻ്റെ പല്ല് പോയില്ല എന്നുള്ളൂ ഗൈസ്. അത് കഴിഞ്ഞതിന് ശേഷം ഞാനൊരു ഏന്തപ്പഴം അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഉണ്ടല്ലോ, ഇതാണ് നമ്മളെ 3ാമത്തെ വളവ് കേട്ടോ. 3ാമത്തെ വളവെത്തിയ സമയത്ത് ഞാനിതാ ഒരു ജ്യൂസ് ഉണ്ടായിരുന്നു. ബാഗ് നിറയെ ഫുഡിലാണ്, ഫുഡിന് ഒരു പഞ്ഞുണ്ടായിരുന്നു. ഇവള് ഫുഡ് വണ്ടിയാണ്. ഇവളെ വയറ്റില് മുതലല്ല, ഇവളെ വയറ്റില് വേറെന്തോ ആണ് ഗൈസ്. അലൂമിനിയം അല്ല, കുപ്പി ഗ്ലാസ്സും അല്ല, മറ്റേ ഇരുമ്പ് കൊണ്ടുപോയി ഇട്ട് കൊടുത്താൽ ഉരിക്കാൻ കഴിവുള്ള അത്രയും വലിയ ആസിഡാണെന്നോളെ വയറ്റിലുള്ളത്. ഓ മൈ ഗോഡ്. 3ാമത്തെ വളവെത്തിയിട്ട് ഓള് ആയിക്കോട്ടെ, സങ്കടമൊന്നുമില്ല, തിന്ന്. 4ാമത്തെ വളവെത്തിയ സമയത്ത് ഞാൻ ഒരു ഫലാഫൽ റോളോട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. 5ാമത്തെ വളവിലേക്കാണ്. 5ാമത്തെ വളവ് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. 6ാമത്തെ വളവിലേക്ക് വിട്ടുപോയി ഗൈസ്. ഇതാണ് 7ാമത്തെ വളവ്. അവിടെ 6ാമത്തെ വളവ് വിട്ടുപോയി ഗൈസ്, പക്ഷെ തിന്നായിരുന്നു 6ാമത്തെ വളവിൽ. 7ാമത്തെ വളവിൽ പിന്നെയും ബിസ്ക്കറ്റ്.
ഇതാണ് ചുരത്തുമ്പത്തെ 8ാമത്തെ വളവ്. അവിടുന്ന് കുറച്ച് പോപ്കോൺ ഉണ്ടായിരുന്നത്. 8ാമത്തെ വളവിന് പോപ്കോൺ. ഇവിടെ എവിടത്തേക്ക പോലെ ഞാനൊരു കാര്യം പറയും, ഇവളെ കൊണ്ടൊന്നും ആരും, ഇവളെ കെട്ടുന്ന ആളാണെങ്കിലും ശരി, പൊരക്കാറാണെങ്കിലും ശരി, ആരാണെങ്കിലും മറ്റേ ലഡാക്കിലും ആടെ ഇടയൊന്നും കൊണ്ടുപോകരുത്. മറ്റേ ഏറ്റവും കൂടുതൽ എവിടെയായിരുന്നു, മറ്റേ ലഡാക്ക്. ഇവിടെയല്ല കുറെ സ്ഥലമില്ല, ആടെ ഒന്നും കൊണ്ടുപോകരുത്. ഞാൻ പറയാ, പകുതി എത്തുന്നതിന് മുമ്പ് എന്നെ പൊരയെല്ലാം വിറ്റിട്ട് ലോണാവും ഫുഡ് വാങ്ങിച്ചു കൊടുത്തിട്ട്. തിന്നുന്നതിലെല്ലാം ഒരു മയക്കില്ലേ. 9ാമത്തെ വളവ്. അവിടെ എത്തിയ സമയത്ത് ബാഗിൽ 3 പഴം ഇരിപ്പുണ്ടായിരുന്നു, അതെടുത്ത് കഴിച്ചായിരുന്നു. ഞാൻ എന്തിനാണ് ഇങ്ങനെ തിന്നോണ്ടിരിക്കുമ്പോൾ ഒരു വിഷക്കുള്ളല്ലോ, അതുകൊണ്ടാട്ടോ. അപ്പൊ നമ്മൾ ടോപ്പിലെത്തിയിട്ടുണ്ടായിരുന്ന താമരശ്ശേരി ചുരം നമ്മൾ കവർ ചെയ്തിരിക്കുന്നത് ഗൈസ്. അവിടെ എത്തിയ സമയത്ത് 2 ഉഴുന്നുവട, 2 പത്തിരി, 2 മാൽപ്പൂര് ഉണ്ടായിരുന്നു, അത് കഴിച്ചായിരുന്നു കേട്ടോ. ഇനി എല്ലാവരും ചുരം കണ്ടില്ല എന്ന് പറയില്ലല്ലോ, സന്തോഷമായില്ലേ? ചുരം കണ്ടില്ല, തിന്നു തന്നെയാ കണ്ടത് ഫുള്ളും. എല്ലാ വളവൊന്നും തിന്നുന്നുണ്ട് ഗൈസ്, തിന്നുന്നതിന് ഒരു കുറവുമില്ല. തിന്നോട്ടെ, തിന്നുന്നതിന് നമുക്ക് ഒരു പ്രശ്നവും ഇല്ല. പക്ഷെ തിന്നുന്നതിന് ഒരു കണക്കില്ലേ, ആ കണക്കിലാണ് പ്രശ്നം. അത് ഒരു ഡ്യൂറേഷൻ ഇല്ലേ, ആ ഡ്യൂറേഷനിലാണ് പ്രശ്നം. വയറിന് ഫൈറ്റോൾ TV മുതലേന്റെ കുട്ടികളും അവിടെ താമസിച്ചോണ്ടിരിക്കുന്നുണ്ട്. അല്ലാണ്ട് ഒരു മനുഷ്യന് ഇത്ര കാര്യം തിന്നാൻ പറ്റത്തില്ല. ഇത് രാവിലെ ആരോഗ്യം വെക്കാൻ 6 പഴവും 4 ആപ്പിളും പിന്നെ 5 പുട്ടും. ഓക്കെ, രാവിലെ തന്നെ 6 പഴവും 4 ആപ്പിളും, അത് കഴിഞ്ഞിട്ട് പുട്ടും ഇച്ചിരി കിഴങ്ങ് കറിയും. ഇന്ന് ഫുള്ള് ഹെൽത്തി. 5 പുട്ടും അത് കഴിഞ്ഞിട്ട് കിഴങ്ങ് കറിയും. ഇപ്പൊ തിന്ന ഈ 2 ഫുഡില്ലേ, ഇതാണ് എന്റെ ഒരു ദിവസത്തെ ഫുഡ്. എനിക്ക് ഒരു ദിവസം ഇത്രേ തിന്നാൻ പറ്റുള്ളൂ. കഴിഞ്ഞ അതോടെ ഓളെ ഒരു നേരത്തെ ഫുഡ്. 10-10 ഒരു പൈനാപ്പിൾ ജ്യൂസ് അടിച്ചു കുടിച്ചു. പിന്നെ ഈ ബണ്ണ് ഉണ്ടപ്പോ 4 എണ്ണം കഴിച്ചു. ഒരു ബന്ന് വായിച്ച് 4 ദിവസം ഉപയോഗിക്കുന്ന നമ്മളോട് 1 ദിവസം കൊണ്ട് 4 ബന്ന് തിന്ന് നിർത്ത്. ഇവർക്കെല്ലാം എന്താ പണി? തിന്നാൻ വേണ്ടിട്ട് മാത്രം ലോൺ എടുക്കേണ്ടി വരുമല്ലോ ഇവരല്ലോ. ഇങ്ങനെ തിന്നു കഴിഞ്ഞാല് മോനെ ബ്ലാക്ക് പെപ്പർ ഇട്ട പീനട്ട് ദാഹിച്ചപ്പോ ഒരു നാരങ്ങ വെള്ളവും കുടിച്ചു. സിനിമ കാണുന്ന നേരം ചക്ക വറുത്തതുണ്ട്, അതും കഴിച്ചു. പിന്നെ 10 ബീട്രൂട്ട് ചപ്പാത്തിയും ചെമ്മീൻ റോസ്റ്റും, പിന്നെ 10 സുഖിയനും, ചോറ് കഴിക്കാൻ സമയം ചോറ് കറി അച്ചാറും മീൻ വറുത്ത് പിന്നെ മേടിച്ചു സുഖിയൻ, അതും കഴിച്ച് കേക്കും കഴിച്ചു. ഫാൻസിയുടെ പുതിയ ഐറ്റം. എനിക്ക് ഛർദിക്കാൻ വരുന്നത് ഇത്രക്കാരം ഒരു കോമ്പിനേഷൻ ഇല്ലാത്ത കോമ്പിനേഷനുകളാണ് തിന്നോണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്റെ മൊത്തത്തിൽ കോമ്പിനേഷൻ പോയി കിടക്കും. എനിക്ക് ഛർദിക്കാൻ വരുന്നത്, തല കറങ്ങുന്നത്. ഓ മൈ ഗോഡ്. പക്ഷെ മറ്റേനെ സംബന്ധിച്ച് ഇത് തിന്നുന്നുണ്ട്, എല്ലാം തിന്നുന്നുണ്ട്. പക്ഷെ എന്താ പറയാ, അത് കുറച്ചും കൂടി അടുപ്പിച്ചായിരുന്നു. ഇത് എനിക്കൊന്ന് കട്ട് ചെയ്തിട്ടാണ്. സോ ടൈം ഡ്യൂറേഷൻ ഇട്ടിട്ടാണ് തോന്നുന്നത് തിന്നുന്നത്. തിന്നോട്ടെ, തിന്നുന്ന ആളെല്ലാം തിന്നോട്ടെ. എന്തായാലും തിന്നാൻ പറ്റാണ്ടായി പോറത്. തിന്നണം എല്ലാവരും, എനിക്ക് അത്ര പറയാനുള്ളൂ. പക്ഷെ ഒരു മയൊക്കെ പൊരക്കാറ് ലോൺ എടുക്കേണ്ട അവസ്ഥ വരരുത് തിന്നിട്ട് ലാസ്റ്റ്. ഈസേ ഉള്ളൂ. അതും കഴിച്ച് ചായ കുടിക്കാൻ പോയി. മുളക് ബജി, മുട്ട ബജി, സവാള വട. ഒന്ന് പോരട്ടെ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ കാത്തിരുന്നു. പിന്നെ ചായ വന്നു, അതും കഴിച്ചു. അവിടെ നിന്ന് ഇറങ്ങി. പൊറോട്ടയും ബീഫും കഴിക്കാൻ അധ്യായം ഒന്നും നോക്കില്ല, അതും മേടിച്ചു. കഴിച്ചിട്ട് നേരെ പോയി ലുലുവിലേക്ക്. കൈ നിറയെ ചോക്ലേറ്റും വാരി എടുത്ത് അവിടെ മുഴുവൻ തെണ്ടി തിരിഞ്ഞ് ബില്ല് അടിച്ച് അവിടെ നിന്ന് ഇറങ്ങി. അടുത്ത തട്ടുകടയ്ക്ക് 6 അപ്പവും കുഞ്ഞു പാത്രത്തിൽ ഇച്ചിരി കാന്താരി ചിക്കനും ഒരു കുടുക്കയിൽ ഇച്ചിരി ഗ്രേവിയും വന്നു. അതും കഴിച്ച് നേരെ വീട്ടിലേക്ക്. കറണ്ട് പോക്ക് ഇപ്പൊ ഇവിടെ പതിവ്. പാഴ്സലോടുന്ന ബിരിയാണിയും മസാല ദോശയും എമർജൻസി വെളിച്ചത്തിൽ കഴിച്ച് ഞാൻ കിടന്നുറങ്ങിയോ? നന്നായി പോയി മോളെ. ഉറങ്ങിയില്ലായിരുന്നെങ്കിൽ രാവിലെ വരെ തിന്നോണ്ടിരിക്കുവായിരുന്നു. ഭാഗ്യത്തിന് ഉറങ്ങിയത്. 4 ആഴ്ച 5 ആഴ്ച തിന്നേണ്ട ഫുഡ് ഒരു ദിവസം തിന്നുന്നേ. ഐ കാണ്ട് ബിലീവ്. ഇത് മറ്റേത് ഫൈറ്റോൾ TB അല്ലേ, ഇത് നമുക്ക് 400 TB കൊടുക്കാം. 400 TBന്റെ ഹാർഡ് ഡിസ്ക് ആണ് ഇത്. എന്നാലും സ്റ്റോറേജ് കപ്പാസിറ്റി ഉണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല സ്റ്റോറേജ് കപ്പാസിറ്റി ഉണ്ട്. കൊച്ചുളിപ്പങ്കാലത്ത് ഒരു ക്രീമണും കളിച്ചായും കുടിച്ചോണ്ട് അനന്തപുരി ലാൻഡായി. കുതിരമാളിക കയറുന്നതിന് മുമ്പ് സൈഡ് കണ്ട കടയിൽ നിന്ന് 4 ദോശയും പരിപ്പോടെയും തട്ടാന്ന് വിചാരിച്ചു. അത് ഒതുക്കി മളികയിലോട്ട് കയറിപ്പോയി. അവിടെ നിന്ന് ഇറങ്ങി ഒരു ബ്ലാക്ക് കറണ്ടിന്റെ കോൺ ഐസ്ക്രീം ഒതുക്കിക്കൊണ്ട് കോട്ടവാതിൽ പോയി കാവൽ. ശേഷം ബസ് സ്റ്റാൻഡിൽ ലാൻഡ് ചെയ്തു. നടന്ന് നീങ്ങുമ്പോൾ എയർകൊണ്ട് ഒരു ബക്കറ്റ് തണിമത്തങ്ങ ഇരിക്കുന്ന കണ്ടു. അത് ഒരു ഗ്ലാസ് വാങ്ങിച്ചു കുടിച്ചു. പിന്നെ സൂര്യ ലാൻഡായി ഒരു ചോക്കോബാർ മാത്രം കഴിച്ചോണ്ടിരുന്നു. അത് ഒതുക്കി മ്യൂസിയം കണ്ടോണ്ടിറങ്ങിയപ്പോൾ വിശാല സുന്ദരമായ മൈതാനം. ഒറ്റയ്ക്ക് ഒരു മരത്തിൽ ഇത് ഒറ്റ ദിവസം കേട്ടാ, ഒറ്റ ഡ്രസ്സാണ്. സോ എവിടെയാ പോകുന്ന വഴിക്കുള്ള ഒറ്റ ദിവസത്തെ ഫുഡാണ്. ഓക്കെ, ഞാൻ മിക്കവാറും ഛർദിക്കും തോന്നുന്നുണ്ട്. ഈ കടയിൽ നിന്ന് മുട്ടപ്പപ്സും ജീരമുട്ടായി ഒതുക്കിക്കൊണ്ട് പാളയത്തിൽ ലാൻഡായി. 7 മണിക്ക് ഇനി എന്താടാ ഒരു കോമ്പിനേഷൻ ഇല്ലാത്ത സാധനങ്ങൾ തിന്നേ? മുട്ടപ്പപ്സ് ജീരക മുട്ടായോ? വാട്ട്? ഐസ്ക്രീമിന്റെ ഒപ്പരോ മറ്റേ ഇത് നാരങ്ങ വെള്ളോ? ഐ ഡോണ്ട് നോ ഗൈസ്. ഇവരെ ലോജിക്ക് എന്താ ഇതിന്റെ ഒരു സംഭവം എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. തിന്ന് ഡബിൾ ഓംലെറ്റ് 4 ചപ്പാത്തി ഒതുക്കിക്കൊണ്ട് തമ്പാനൂർ ലാൻഡായി. കടയിൽ കട്ട്ലറ്റ് ഇരിക്കുന്നത്. കട്ട്ലറ്റ് ഇഷ്ടമാണ്, അതൊരെണ്ണം വാങ്ങിയപ്പോൾ സീൻ അട്ടിയിട്ടേക്കുന്നു. അത് ഇഷ്ടമാണ് 2 പാഴ്സൽ വാങ്ങി. ഇനിയൊന്നും വേണ്ടാന്ന് വിചാരിച്ച് റൂമിലെത്തി കടയിൽ നിന്ന് കുപ്പി നിറച്ചോണ്ട് വന്ന സോഡ സർബത്തും കുടിച്ചോണ്ടിരുന്നു. അവധി അപ്പം മഞ്ചിനാൻ തോന്നിയപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ കേരള ഗവൺമെന്റിന്റെ റെസ്റ്റോറന്റ് കണ്ടു. അവിടെ ഞാൻ കയറിയിട്ടില്ല, അതുകൊണ്ട് ഒന്ന് കയറുന്നു ഞാൻ തന്നെ എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നു. ശേഷം ബട്ടർ ചിക്കനും 2 പൊറോട്ട അടുത്തേക്ക് വന്നു. അതിലേക്ക് ചാറ് വീണു, ചിക്കൻ വീണു, അവരൊന്നിച്ച് വയലോട്ട് വീണു. അത് ഒതുക്കി പോകാന്ന് വിചാരിച്ചെങ്കിൽ 2 പൊറോട്ട കൂടി ഞാൻ ഓർഡർ ആക്കിയായിരുന്നു. അതിലേക്ക് ചാടി വീണ് പോയി 2 പൊറോട്ടയെ ചാറും കൂട്ടി മയത്തിലാക്കി ഒതുക്കിക്കൊണ്ടിരുന്നു. ഒതുക്കി ഒരു കോഫി ഒതുക്കി റൂമിലേക്ക്. ഓക്കെ, ഇവര് ഉറങ്ങുന്നൊക്കെ ഉണ്ട് കേട്ടാ, അതുകൊണ്ട് നമുക്ക് ആശ്വസിക്കാം. ഉറക്കൊക്കെ ഉണ്ട്. ഉറക്കം കൂടി ഇല്ലാത്ത ആൾക്കാർ
ലോൺ എടുക്കോടാ സത്യം പറഞ്ഞ ഇങ്ങനെ തിന്നു കഴിഞ്ഞാല് നോർമൽ ഇങ്ങനത്തെ ആണോ അല്ലെങ്കിൽ വീഡിയോക്ക് വേണ്ടിയിട്ടാണോ തിന്നുന്നത്? വീഡിയോക്ക് വേണ്ടിയിട്ട് മാത്രം ഇങ്ങനെ തിന്നാണ് എന്നാലും ഓക്കെ. നോർമലി എല്ലാ ദിവസവും ഇങ്ങനെ തിന്നുന്നതാണ്. ആലോചിച്ച് നോക്കി. ഇത് പുതിയൊരാളാണ്. ഇയാളെ GB നമുക്ക് ഒരു 400 TB തന്നെ കൊടുക്കാം. ഈവനിങ് ആയപ്പോൾ മുട്ടയിട്ട് ഒരു ചിക്കൻ ബിരിയാണി ഒതുക്കി ഇത്തിരി ഡ്രാഗൺ ഫ്രൂട്ടും കഴിച്ചു. ഉമ്മ ഉണ്ടാക്കി വെച്ചിരുന്ന മുദ്ര ഈവനിങ് മുട്ട ബിരിയാണി ഡ്രാഗൺ ഫ്രൂട്ടും ഫ്രൂട്ട്സ് ആണല്ലോ ഒക്കെ ഒരു കോമ്പിനേഷൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് മുന്തിരി ജ്യൂസ് കുഴപ്പമില്ല, അത് ഒപ്പിക്കാം. ഒരു ഗ്ലാസ് കട്ടിന് ഈർക്കിൽ പോലത്തെ ഏതാണ്ട് ഒരു സാധനം കടിയായിട്ട് ഒരു മുട്ട ബജി ഒരു സമൂസ ഒരു വടയും ഒരു ഏത്തക്കാപ്പവും കഴിച്ചുകൊണ്ടിരുന്നു. ഇനി ഒരു സ്പൂൺ പീനട്ട് 6 മണിയായപ്പോൾ വീണ്ടും ഈവനിങ് ചായം കൂടെ തപ്പച്ചിയുടെ വീട്ടിലോട്ട് പോകുന്ന വഴി രണ്ടാം കുറ്റി വരുന്ന ഷാൻ ഹോട്ടലിലാണ് കയറിയത്. ഇവിടുത്തെ ബീഫ് റോസ്റ്റും പെരി അൽഫവും നല്ലതെന്ന് കേട്ടിട്ടുള്ളതുകൊണ്ട് കൂടി കയറി. എല്ലാം മനസ്സിൽ കുറിച്ചിട്ട് സാധനങ്ങളെല്ലാം നോക്കി അത്തോട്ട് കയറിപ്പോയി. അൽഫാം എത്തി, ചിക്കൻ റോസ്റ്റ് എത്തി, ബീഫ് റോസ്റ്റ് എത്തി, ബീഫ് ഫ്രൈ എത്തി, നെയ്ച്ചോറ് എത്തി. ചിക്കൻ കറിയും മതിയും കൂടി മതിയെന്ന് വീട്ടുകാർ പറഞ്ഞെങ്കിലും എനിക്ക് വേണ്ടത് പറഞ്ഞില്ല എന്ന് പറഞ്ഞ് ഒരു സെറ്റ് അരിപ്പത്തിരിയും 6 പൊറോട്ടയും 5 ഇടിയപ്പവും 5 നെയ്പത്തിരിയും പറഞ്ഞ് വെയിറ്ററെ പ്രോത്സാഹിപ്പിച്ച് നടത്തിപ്പിച്ചു. 3 പൊറോട്ട അഴിച്ചിട്ട് 4 ഇടിയപ്പം കൂടെ ഒതുക്കാൻ തുടങ്ങി. നല്ല ഇടിയപ്പമായിരുന്നു. ഈ സമയത്ത് കിട്ടിയത് തന്നെ ഹയർ. ഇടയ്ക്കൂടെ വലുതിരിഞ്ഞ് ഗ്രേപ്പ് ലെമൺ ജ്യൂസും കുടിച്ചുകൊണ്ടിരുന്നു. ഞാൻ പാത്രം ഒതുക്കി പെരി അൽഫാം എടുത്തു. ഐഡിയൊക്കെ ഒരു പൊറോട്ട എടുത്ത് ഗ്രീൻ ആപ്പിൾ മൊയ്റ്റോയും കുടിച്ചു. മൊയ്റ്റോ സൂപ്പർ ആയിരുന്നു. പെരി അൽഫാം സൂപ്പർ ആയതുകൊണ്ട് ഒരു ഫുള്ളൂടി പറഞ്ഞ് സൈഡ് ഒപ്പിച്ചു. എന്താണ് ഇത്? എന്റെ മോനെ എനിക്ക് കണ്ടിട്ട് തല കറങ്ങുന്നു. ലൈക്ക് ഞാൻ ഇത് കുറ്റം പറയുന്നതോ ഇതാക്കുന്നതോ ഒന്നുമല്ല. ഇയാളെ സംബന്ധിച്ച് ഇയാളെന്താ ഒരു കഴിവ് എബിലിറ്റി ആണെന്ന് ഞാൻ സമ്മതിച്ചു കൊടുക്കുകയാണ്. പക്ഷെ നമ്മളെ കാര്യം നമ്മൾ ജസ്റ്റ് ചിന്തിച്ചൊക്കെ, നമുക്ക് വിശക്കുന്നു, നമുക്ക് കുറച്ച് ചോറ് തിന്നുന്നു, വയർ ഫുള്ളായി എന്ന് വിചാരിക്കും. സ്വാഭാവികമായിട്ട് എന്റെ ഞാൻ പറയാം, ഞാൻ കുറച്ച് ചോറ് തിന്നാൽ എന്റെ വയർ ഫുള്ളോ. പിന്നെ എനിക്ക് എന്തെങ്കിലും ഫുഡ് കണ്ടാൽ തന്നെ അത് തിന്നണം എന്ന് ആലോചിച്ചാൽ തന്നെ എനിക്ക് ഛർദിയാണ് വരാൻ. അത് സംബന്ധിച്ച് നോക്കുമ്പോ ഈ ഒരു ഡ്യൂറേഷനില് ആ ഇരുന്ന ഇരിപ്പില് എന്തൊക്കെ സാധനങ്ങൾ കണ്ട്, നിങ്ങളെ കണ്ണിന്റെ മുമ്പിൽ കൂടെ എന്തൊക്കെ ഫുഡ് നിങ്ങൾ കണ്ട്. ചെല്ല ഇത് തിന്നാ, ചെല്ല ഈ പെണ്ണുങ്ങൾ മൊത്തം തിന്നാ. ഹൗ ഐ ഡോണ്ട് നോ ഗൈസ്, ഐ കാണ്ട് ബിലീവ് ഇറ്റ്. കഴിഞ്ഞില്ല, വീഡിയോ പൗസ് ചെയ്ത് വെച്ചതാ. ഇനി എങ്ങനെ തീർന്നു പോയാലോ. ഒത്തിരി കൊള്ളായിരുന്നു. ശേഷം നെയ്ച്ചോറ് ഒതുക്കി എന്നെ മാത്രം അരിപ്പത്തിൽ തട്ടി കിട്ടും. അപ്പൊ എന്തൊക്കെയോ ഒരു സന്തോഷം. ഫ്രോസ്റ്റും ചിക്കൻ റോസ്റ്റും ഒതുക്കി ബ്ലൂബെറി കോമ്പുച്ച പറഞ്ഞു. 2025 കിടക്കുന്നതിന്റെ സമാധാനം ഇപ്പോഴാണ്. മതി, താങ്ങത്തില്ല. ഞാൻ നേരത്തെ 4 TB ആണല്ലോ പറഞ്ഞത്. ഇത് 4 TB അല്ല ശരിക്കും. ഇത് അൺലിമിറ്റഡ് TB ആണ് തോന്നുന്നുണ്ട്. ക്ലൗഡ് സ്റ്റോറേജ് ആണ് തോന്നുന്നുണ്ട് ഗൈസ്. അതുമായിട്ട് അൺലിമിറ്റഡ് ആണെന്ന് തോന്നുന്നുണ്ട്. മറ്റേനെ അപേക്ഷിച്ച് ഇത് 4 തിന്നുന്നു. 15 ബീട്രൂട്ട് ചപ്പാത്തിയും ഇത്തിരി ചിക്കൻ കറിയും കൂട്ടി 15 ബീട്രൂട്ട് ചപ്പാത്തി. എന്റെ പുരക്ക് ടോട്ടലി ആകെ 20 ചപ്പാത്തി ചൂടാൻ. 2 അനക്ക്, 2 ഉമ്മാക്ക്, 2 ഇക്കാക്കക്ക്, ഏകദേശം 20 ചപ്പാത്തി ടോട്ടലി. ഇവക്ക് മാത്രം 20 ചപ്പാത്തി. വാവ്, അൺബിലീവബിൾ, അൺസഹിക്കബിൾ. ഡയറ്റ് തുടങ്ങാനിരുന്നതായിരുന്നു. കിവി സ്ട്രോബെറി ബനാന ഇത് കഴിച്ചു. പിന്നെ ഒരു സ്പൂൺ പീനട്ട് ബട്ടറും കഴിച്ചു. ഡയറ്റ് തിന്നിട്ടല്ല തുടങ്ങേണ്ടത്, ഡയറ്റ് തിന്നാണ്ടാണ് തുടങ്ങേണ്ടത്. 15 ബീട്രൂട്ട് ചപ്പാത്തി തുടങ്ങിയിട്ട് ഡയറ്റ്. വാവ് വാവ്. പിന്നെ ഒരു പാക്കറ്റ് ചിപ്സ് കഴിച്ചു. തണ്ണിമത്തം വെട്ടിമുറിച്ച് അതിനകത്തുള്ള എല്ലാം ഡയറ്റ് ആട്ടെ. ഡയറ്റിന് ചിപ്സ് ഒക്കെ തിന്നുന്നുണ്ട്. ഓക്കെ, ഏത് ഡയറ്റ്? ഇത് ആര് കുന്നംകുളത്ത് ആര് പറഞ്ഞ ഡയറ്റാന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും തിന്നോ, ഒരു കുഴപ്പമില്ല, തിന്നോ, നല്ല പോളെ തിന്നോ. പാപം, ലോൺ അടച്ച് തീർന്നാ മതിയായിരുന്നു പൊരേന്റെ. ചൂടൊന്ന് തണുപ്പിക്കാനായിട്ട് പിന്നെയും പോയി കോല ഐസ്ക്രീം കഴിക്കാനായിട്ട്. ആദ്യം 1 എടുത്തു, പിന്നെ 2 എടുത്തു, പിന്നെ 3 എടുത്തു, മൊത്തം 4. എന്തിനാ 1 എടുത്ത് 2 എടുത്ത് 3 എടുത്ത് 4 എടുത്ത്? എന്തിനാ ആ പീടി അടക്കം എടുത്തായിരുന്നോ? കഴിച്ചു. പിന്നെ ഇത്തിരി പൈനാപ്പിളും കഴിച്ചു. മധുരം കഴിക്കാൻ തോന്നിട്ട് കേക്കർപ്പയുടെ 3 കേക്ക് കഴിച്ചു. ഉച്ചയ്ക്ക് കുറച്ച് ചോറും മീൻ. അപ്പൊ അതിന് മുമ്പൊന്നും കഴിച്ച മധുരം ഇല്ലായിരുന്നല്ലേ? മധുരം കഴിക്കാൻ തോന്നുന്നുണ്ടാണ് കേക്ക് എന്നത്. നമ്മക്കൊരു പ്രശ്നം ഇല്ലടേ, കണ്ടാ മതി. കറിയൊക്കെ കൂട്ടി കഴിച്ചു. പിന്നെ ഈ പൈനാപ്പിൾ ഉപ്പിലിട്ടതും കഴിച്ചു. ചായ കുടിക്കാൻ സമയം. 2 പ്ലം കേക്ക്, അതാവല്ലോ, സമയം എനിക്കൊന്ന് ഇങ്ങനെ ക്ലോക്ക് നോക്കുന്നുണ്ട്. ഇങ്ങനെ 10 മിനിറ്റായി. ഇനിയിപ്പോ ഇത് ഐസ്ക്രീം, അതിന്റെ അടുത്ത 10 മിനിറ്റായി. ഇനി ചോറ്, അത് കഴിഞ്ഞിട്ട് അടുത്ത 10 മിനിറ്റായി. വിശക്കുന്നു. ടൈം നോക്കിട്ടാ, തിന്നാൻ വേണ്ടിട്ടുള്ള ടൈം നോക്കിട്ടാ നിൽക്കുന്നേ. എനിക്കറിയില്ല, അറിയാത്ത കാര്യം നമ്മൾ പറയരുത് എന്നാണ്. എന്നാലും വീഡിയോ വല്ലതും കാണുന്ന എന്നോട് ക്ഷമിക്കണം. എന്താ സംഭവം എന്നുള്ള കാര്യം അറിയാത്തോണ്ടുള്ള ക്യൂരിയോസിറ്റിയിലാണ്. കഴിച്ച് തിരിച്ചു വരുമ്പോൾ മേടിച്ച് 4 ഉഴുന്നുവടി, 2 പത്തിരിയും ചിക്കൻ കറിയിലും മുക്കി അടിപൊളിയായിട്ട് കഴിച്ചു. ഈ കോമ്പിനേഷൻ അടിപൊളി. ചിക്കൻ കറിയും വടയും. പിന്നെ ചൂട് 2 സ്പെഷ്യൽ അവിൽ മിൽക്ക് കുടിച്ചു. 2 സ്പെഷ്യൽ ഐറ്റംസ് ആയിരുന്നു. പിന്നെ ഫ്രൈഡ് റൈസ് കിട്ടുന്ന തട്ടുകടയിൽ കയറി 2 7-Up, ഒരു പാത്രം ഫ്രൈഡ് റൈസും ചെറിയ കുടുക്കിൽ ഇച്ചിരി ചില്ലി ചിക്കനും മേടിച്ചു. ഫ്രൈഡ് റൈസ് കൊത്തിപ്പറക്കുമ്പോൾ ഈ ചില്ലി ചിക്കൻ ഒരു അടിപൊളി കോംബോയാ. അതിന് തന്നെ മീൻ പിടിക്കാനുള്ള ഉദ്ദേശം. സ്പൂൺ വെച്ച ഞാൻ ഇന്ന് കഴിച്ചത്. സമയം 9 മണി. തീരാനായ ഷർമ്മന്ന് 2 ഷർമ്മ പറഞ്ഞു. 1 നോർമലും 1 റൊമാലിയും. പിന്നെ ലൈമും കുടിച്ച് അതും കാലിയൊക്കെ ആ സലാഡും കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. വീട്ടിൽ വന്നപ്പോ കറണ്ട് പോയി. എമർജൻസി കത്തിച്ച് ഇച്ചിരി ചോറും ചിക്കനും കഴിച്ച് ഞാൻ എന്നിട്ട് ഉറങ്ങിയില്ലടാ. 9 മണിയായിട്ട് വീട്ടിലെത്തിയിട്ട് പിന്നെയും കറണ്ട് പോയിട്ട് എമർജൻസി കത്തിച്ചിട്ട് പിന്നെയും ചോറും ബീഫും തിന്നു പോലും.
ഐ ഡോണ്ട് നോ ഗൈസ്. ഇത് നമുക്ക് എന്നാലും 400 TB. ഇന്ന് ഞാൻ കൺഫ്യൂസ്ഡ് ആണ് ഇതിപ്പോ ആർക്ക് ഫസ്റ്റ് പ്രൈസ് കൊടുക്കുന്നുള്ള കാര്യത്തിൽ. എല്ലാരും ഓരോ വീഡിയോ കഴിയുമ്പോൾ കൂട്ടി കൊണ്ടുവരുന്നുണ്ട്, ആരും കുറക്കുന്നില്ല. വൈകിട്ട് 15 ചപ്പാത്തി മേടിച്ചു. 15 ചപ്പാത്തി പിന്നെ സ്വാഭാവികം. എന്റെ കാര്യത്തിൽ 15 ചപ്പാത്തി, 5 പത്തിരിയും 2 കറിയും കൂടി ആദ്യം കഴിച്ചു. പത്തിരിയും 2 കറിയും ഈ ഞണ്ട് ഒരറ്റ നിന്നാ മതി. എനിക്ക് പിന്നെ ഒരു ദിവസം ഫുഡേ വേണ്ട. പിന്നെ അത്രക്കും വലിയ ഞണ്ട് 15 പത്തിരിയോ. ഓക്കെ, ഇനി ഞണ്ടെന്നെ പിടിച്ച് കടിച്ചാലോ എന്ന് പറഞ്ഞു ഞണ്ടിന്റെ ഇല്ല, ഞണ്ട് എന്നെ ഒന്നും ചെയ്യത്തില്ല മോളെ. എന്റെ തീറ്റ കണ്ടിട്ട് ഞണ്ട് വരെ സഹായമായിട്ട് അവിടെ ചത്ത് കിടക്കുന്നുണ്ട് ആ പ്ലേറ്റില്. നീ തിന്നോ, സമാധാനത്തിൽ തിന്നോ, ആരെടുത്തോണ്ട പോകത്തില്ല എന്റെ പ്ലേറ്റിൽ നിന്ന്. ആരെടുത്തോണ്ട് സമാധാനമായിട്ട് തിന്നു. പത്തിരി പിച്ച് കഴിച്ചു തീർത്തു. പിന്നെ നേരെ സൂപ്പർ മാർക്കറ്റിലേക്ക്. പോരുന്ന വഴിക്ക് ചായക്കടയിൽ നിന്ന് മേടിച്ച പഴംപൊരി, ഉഴുന്നുവട, പത്തിരി, യോഗോട്ട്, ബൗണ്ടി. ആദ്യം ഉഴുന്നുവട അകത്താക്കി, പിന്നെ പഴംപൊരി അകത്താക്കി, അവസാനം യോഗട്ടും കഴിച്ചു ശുഭം. പിന്നെ ഇച്ചിരി ചോറ് കഴിക്കാൻ ആഗ്രഹം തോന്നി. 2 കറിയും ചോറും കാന്താരിമുളകും. ആഗ്രഹാണോ? ആഗ്രഹാന്ന് പറയുന്നത് ഓക്കെ, ഇത് ആഗ്രഹമല്ല, ആഗ്രഹം പോലും സമയം വെച്ചിട്ട് തിന്നുന്ന പോരായിട്ട് ആഗ്രഹമാണ് കാണോ. അറിയില്ല, തിന്നോ. പിന്നെ ടേസ്റ്റ് ആയിരുന്നറിയോ? ഒന്ന് പുറത്തേക്ക് പോയി. മോമോസ് കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത്. മോമോസിന്റെ പ്ലാൻ കാത്തിരിപ്പായിരുന്നു. അവസാനം മോമോസ് വന്നു. ഇതിലാണെങ്കിലോ എല്ലാതരം മോമോസ് ഉണ്ട്. ക്രീമി, കുർക്കുറെ, അങ്ങനെ 6 വെറൈറ്റി മോമോസ് 2 പീസ് വെച്ച് അതെല്ലാം കഴിച്ചു തീർത്തു. പിന്നെ ഇത്തിരി പച്ചവെള്ളം കുടിച്ചു. അതും കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. മധുരം കഴിക്കാനുള്ള പൂതി കൊണ്ട് ഓമൈ കേക്കിലേക്ക്. അവിടെ നിന്ന് ഒരു ഹേസൽനട്ട് മൗസി, കേക്ക് പോപ്പ്. എനിക്ക് ഇത്രയും മധുരം കാണുമ്പോഴൊക്കെ തലകറങ്ങുമായ ഇതത്ര മധുരാത്തോ പോയിക്കോട്ടെ. ഒരു കേക്കിന്റെ പീസ് തിന്നുമ്പോ തന്നെ എനിക്ക് ഞെളിഞ്ചി കുളിഞ്ചി ഗൈസ്. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടോ? എനിക്ക് മറ്റേ ക്രിസ്മസ് കേക്ക്, മറ്റേ കേക്കെല്ലാം ഇല്ലേ ക്രീമിന്റെ, ഈ ഡാർക്ക് ചോക്ലേറ്റ്, മറ്റേ ഇതെല്ലാം കറ കേക്കില്ലേ ലോട്ടമാത്ത, അത് മുറിച്ചിട്ട് ഒരു പീസ് തന്നെ തിന്ന് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കിളിഞ്ചിയാകും, കിക്കായ പോലെ. അതിന്റെ ഇടയ്ക്ക് 1 2 3 4 എന്തെല്ലോ മധുരം ക്രീമെല്ലാം ഇട്ടിട്ടുള്ള സാധനം എല്ലാം കഴിച്ചു. പിന്നെ ഒരു പാണ്ടയുടെ ഐറ്റം ഉണ്ടായി. അതും കാലിലേക്ക് അവിടെ നിന്ന് ഇറങ്ങി. പോരുന്ന വഴിക്ക് പൊടിയിടലിയും കഴിച്ചു. പൊടിയിടലി, സാമ്പാർ, ചട്നി, വട, കോഫി. മതി. എനിക്ക് അറപ്പോ ഇതൊന്നല്ല ഗൈസ്. പക്ഷെ എനിക്ക് ഇത്രക്കാര് ഫുഡ് തിന്നുന്ന ആലോചിക്കുമ്പോ നമുക്ക് ഒരു അസ്വസ്ഥത ഉണ്ടാവില്ല, ഒരു അസ്വസ്ഥത. അത് മാത്രമേ ഉള്ളൂ എനിക്ക്, വേറൊരു പ്രശ്നമില്ല. ഒരേ ടൈം ഇത്രക്കാര് ഫുഡ് തിന്നുമ്പോ വയറ് കുറെ തിന്നുമ്പോ നമുക്ക് അസ്വസ്ഥതയാവും. അത് മാത്രമേ ഉള്ളൂ പ്രശ്നം. രാവിലെ 12 പൊറോട്ടയും ചില്ലി ചിക്കനും. 12 പൊറോട്ടയും ചില്ലി ചിക്കനും. ഇത് ഞാൻ സഹിക്കത്തില്ല. കുണ്ടീന്റെ അവസ്ഥ എന്താന്ന് എനിക്കറിയാം. ഇതല്ല എന്റെ കാര്യം ഞാൻ പറഞ്ഞത്. ഒരു പൊറാട്ട തിന്നാനുള്ള കുണ്ടിയുടെ അവസ്ഥ എനിക്കറിയാം. ഇതൊന്ന് വിശ്രമിക്കുന്ന നേരം പ്ലേസും ഒരു പെപ്സിയും 2 പഴവും 1 ബിസ്ക്കറ്റും കഴിച്ചു. 10 മണിയായപ്പോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. 3 അപ്പവും കിഴങ്ങ് കറിയും ആദ്യം തന്നു. പിന്നെ പഴവും തലേന്നത്തെ മീൻ കറിയും തന്നു. അതും കഴിച്ചൊന്ന് പുറത്തേക്ക് ഇറങ്ങി. ആദ്യം ഒരു കുലുക്കി കുടിച്ചു. വലിയ ഗ്ലാസ്സിൽ കുലുക്കി സർവത്ത്. പിന്നെ ഇവിടുത്തെ സ്പെഷ്യൽ ഫ്ലേവർ ആണെന്ന് പറഞ്ഞ ആ ചേട്ടൻ തന്നതാ. ഞാനും ബ്ലൂ, കുലുക്കി സർവത്തും ബ്ലൂ. അതും കുടിച്ചു. ഒരു ഫ്രൂട്ട് സർവത്തും കുടിച്ചു. ഫ്രൂട്ട് സർവത്തിൽ നോക്കുമ്പോ എല്ലാത്തരം ഫ്രൂട്ട്സ് ഉണ്ട്. അത് കഴിച്ച് നേരെ തിരിഞ്ഞപ്പോ ഐസ്ക്രീം ചേട്ടൻ. അവിടുന്ന് 2 I think the ആമാശയം ഈ വയറിന്റെ ഇവിടെയാണ് ആമാശയം വരുന്നത്. സോ ഇത് മൊത്തം ആമാശയാണോ? ഇവിടുന്ന് ഇത്ര പേരെ ലോഡാവുന്നുണ്ടോ? അറ്റ് എ ടൈം 3 കുലുക്കിയാണ് അവള് കുടിച്ചത്. ഒരു കുലുക്കി കുടിച്ചാൽ തന്നെ വയറ് ഫുള്ളാവും. 2ാമത്തെ കുലുക്കി ഇത്ര, 3ാമത്തെ ഇവിടുത്തെ വരെ എനിക്ക് മനസ്സിലാവുന്നില്ല സത്യമായിട്ടും. ആ ഒരു ക്യൂരിയോസിറ്റി ഞാൻ ചോദിക്കുക. ഇത്ര പുറത്ത് ബാക്കില് വല്ല പെട്ടിയും കെട്ടിയിട്ടുണ്ടോ? തിന്നുന്ന അപ്പുറത്തേക്ക് പോയിട്ട് അവിടുന്ന് ദയിപ്പിക്കുന്ന വല്ലതും. 2 സംഭാരവും മേടിച്ച് വീട്ടിലേക്ക് ഒരു പാത്രം ചിക്കൻ കറിയും ലേശം ചോറും പിന്നെ കുറച്ച് സാലഡും ആയിട്ട് കഴിച്ചു. വാവ്, നല്ല ചൂട് ചിക്കൻ കറിയും ചോറും സാലഡും കൂട്ടി കഴിക്കുന്ന ടേസ്റ്റിൽ അടിപൊളിയാ. അതും കഴിച്ച് വൈകിട്ട് ചായക്ക് കടി മേടിച്ചു. വടകളും മേടിച്ച് കൂടെ 3 പൊറോട്ടയും മേടിച്ച് നേരെ വീട്ടിലേക്ക്. ചിക്കൻ കറിയും വടയും പരിപ്പടയും ഉഴുന്നോടെയും കൂട്ടി കഴിച്ചു. എല്ലാം 1 പരിപ്പടയും ഉഴുന്നോടെയെല്ലാം എല്ലാവരെയും കാണുന്നുണ്ട്. അത് എന്താന്ന് എനിക്കറിയത്തില്ല. എല്ലാം ഹിറ്റ് ചെയ്യുന്നുണ്ട്. മറ്റേ ഫ്രൂട്ട്സ്, മധുരത്തിന് മധുരം, പ്രോട്ടീൻ. ഇതിന്റെ എല്ലാം വണ്ണം കണ്ടിട്ട് ഏകദേശം ചെറുതാണ്. ഇത്രയും തിന്നിട്ട് തടിക്കൂലേ? ഞാൻ ജസ്റ്റ് ചോദിക്കുന്നതാണ്, ഒന്ന് വിചാരിക്കരുത്. പകുതി വെട്ടിമുറിച്ച് വെറുതെ കഴിച്ചു തീർത്തു. 6-7 മണിയായപ്പോ കുഴിമന്തി കഴിക്കാൻ ആഗ്രഹം തോന്നി. കുഴിമന്തിയും മേടിച്ച് വീട്ടിൽ പോന്നു. ഒരു പ്ലേറ്റിലേക്ക് കുഴിമന്തിയും മയണൈസും സാലഡും ഒക്കെ വെച്ച് കഴിച്ചു. അങ്ങനെ പ്ലേറ്റും കാലിലേക്ക് 1 ബോട്ടിൽ സ്പ്രൈറ്റും കുടിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ മോളെ ഇച്ചിരി പുട്ടെടുക്കട്ടെ എന്ന് അമ്മ ചോദിച്ചു. 1 ഊറ്റി പുട്ടും 1 പഴവും 1 മുട്ടയായിട്ട് കഴിച്ചു. അങ്ങനെ രാത്രിത്തെ ഫുഡും കഴിഞ്ഞു. ഇതും കഴിച്ച് കിടന്നുറങ്ങി. മതി. എനിക്ക് ഇനി താങ്ങത്തില്ല. ഇന്നത്തെ ഈ ഒരു തീറ്റ മത്സരത്തിന് ആര് ജയിച്ച് നിങ്ങൾ കമന്റ് ചെയ്യും. നിങ്ങൾ തന്നെ പറ. നിങ്ങൾക്ക് എന്തായാലും ഇപ്പൊ കണ്ടിട്ട് ഒരു ഇത് മനസ്സിലായിട്ടുണ്ടാവില്ലേ ആർക്കാണ് സ്റ്റോറേജ് കൂടുതൽ. നിങ്ങൾ തന്നെ കമന്റ് ചെയ്യും. ഞാൻ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. സോ വീഡിയോ ഒക്കെ ചിലപ്പോൾ ഇനി കുറച്ച് ഡിലേയും കാര്യങ്ങളൊക്കെ ആവാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. എല്ലാവരും എനിക്ക് വേണ്ടിയിട്ട് ഒന്ന് പ്രാർത്ഥിക്കണം. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.